വാർത്തകളിലേക്ക്. കേരള തീരത്ത് കത്തിയമർന്ന സിംഗപ്പൂർ കപ്പൽ വാൻഖായ് 503 തീയണയ്ക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് തീരദേശ സംരക്ഷണ സേന ഉൾപ്പെടെ നൽകുന്ന വിശദീകരണം. കത്തിയമരുന്ന കപ്പലിൽ നിന്ന് വിഷപ്പുക ഉയരുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ വൈകും തോറും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു. സമുദ്ര സുരക്ഷയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒരേ സമയം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ഏറെയാണ്. മത്സ്യത്തൊഴിലാളികൾക്കിടയിലും ജനങ്ങളിലും ആശങ്കയേറുന്ന വിഷയമാണിത്. വിവരങ്ങളുമായി ദിസ്നയുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? രാജി, നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ കേരള തീരത്തിന് സമീപം കത്തിയ വാൻഖായ് 503 എന്ന കപ്പലിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നൊരു വിവരം തന്നെയാണ് ഈ തീര സംരക്ഷണ സേന അറിയിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും എടുത്തു പറയുന്നത് ഈ നിലവിൽ കപ്പലിൽ 15 ഡിഗ്രി ചെറിയ നിലയിലാണുള്ളത്. ഇത് രക്ഷാപ്രവർത്തനത്തെ ഇത്തരത്തിൽ മന്ദഗതിയിലാക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കടലിലൂടെ ഒഴുകി വീഴുന്നത് തീരമേഖലയിലേക്കാണ് എന്നൊരു സൂചന കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 2000 ടൺ ഇന്ധനവും 240 ടൺ ഡീസലുമാണ് കപ്പലിലുള്ളത്. 157 കണ്ടെയ്നറുകളിലുള്ള മാരക രാസവസ്തുക്കളും കീടനാശിനികളുള്ള ഈ കപ്പൽ തീരത്തോട് അടുക്കുന്നത് അത്യന്തം അപകടകരമാണെന്ന് തന്നെയാണ് ഈ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. എല്ലാ സേനാ വിഭാഗങ്ങളും ഇതിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കപ്പലിന്റെ അടുത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കേരള തീരത്ത് എത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് ഈ അധികൃതർ പറയുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ തീ ആളിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ മഴയൊക്കെ ഉള്ളൊരു സാഹചര്യം ആണെങ്കിൽ കൂടിയും ഈ മധ്യഭാഗത്താണ് ഈ കപ്പലിന്റെ പ്രധാനമായും തീ ആളുന്നത് എന്നൊരു വിവരം കൂടി നമുക്ക് തുടരുക.